ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്? അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടന്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക് യു ദാറ്റ് നിങ്ങൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ 500 എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഹിപ്പ് ഹോപ്പിന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണുമെന്നുള്ളത്. അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു 1 മന്തിനുള്ളിൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സിന് കയറും എന്നുള്ളത് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ എനിക്ക് നിങ്ങൾക്ക് ഹിപ്പ് ഹോപ്പിനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബീറ്റ് പൊതുവെ എങ്ങനെയൊന്ന് കുക്ക് ചെയ്യുന്നത് കാണുന്നത് ആക്ച്വലി കുറച്ച് കുറച്ച് ചിലപ്പോൾ കുറച്ച് ബോറിംഗ് പരിപാടിയൊക്കെയാണ്. പക്ഷേ അത് ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സൗണ്ട്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കമൻസുകളിൽ ഞാൻ കണ്ടിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. കീപ് സപ്പോർട്ടിങ്. ഇനിയും മുന്നോട്ട് നമുക്ക് വലിയ വലിയ പരിപാടികൾ നമുക്ക് ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ച ഈ വേളയിൽ നിങ്ങളിലേക്ക് ഹിപ്പ് ഹോപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലോട്ട് ആദ്യം ഓടി വന്നത്. എന്താണ് ഹിപ്പ് ഹോപ്പ്? വാട്ട് ഈസ് ഹിപ്പ് ഹോപ്പ്? അപ്പോൾ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് അതിനകത്തൊരു ഡിസ്ക്രിപ്ഷൻ കാണിക്കും. അതൊരു കൾച്ചറാണ്, അതൊരു ഡാൻസാണ്, അതൊരു മ്യൂസിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഡിസ്ക്രിപ്ഷൻ കാണിക്കും. നിങ്ങൾ ചില ആൾക്കാരോട് പോയി ഡയറക്റ്റ് പോയി നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഹിപ്പ് ഹോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ അവർ പറയും. അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ അങ്ങനെ പറയും. ഒരു 2 വരിക്ക് അല്ലെ ഒരു വരിക്ക് അവർ തീർത്ത് പറയും. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിപ്പ് ഹോപ്പിൻ്റെ ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ബ്ലാക്സിൻ്റെ ജീവിതമാണ് അറിയേണ്ടത്. അവർ അനുഭവിച്ചു വന്ന അവരുടെ ജീവിത കാര്യങ്ങളാണ് അറിയേണ്ടത്, ജീവിത കഷ്ടപ്പാടുകളാണ് നിങ്ങൾ അറിയേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു യൂട്യൂബിൽ പോയിട്ട് ഒരു 4-5 വീഡിയോ ചുമ്മാ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. ഞാനിത് പറയുന്ന കാര്യങ്ങൾ ഇത് ഡയറക്റ്റ് OG എന്ന് പറയാൻ പറ്റുന്ന ആൾ OG തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുള്ള വീഡിയോസിൽ നിന്നുള്ള അതിൻ്റെ തെളിവുകൾ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. എന്തായാലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു വീഡിയോയിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരുന്നതാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഹിപ്പ് ഹോപ്പിനെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഞാൻ തപ്പിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത് ഒരിക്കലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചിരുന്ന കൃത്യമായി കിട്ടേണ്ട ഒരു എനിക്ക് വേണം എന്ന് തോന്നിയത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും തന്നെയും എനിക്ക് പറഞ്ഞ വീഡിയോസിൽ നിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ കണക്ഷൻ എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് കൃത്യമായി ഒന്നും കൂടെ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഹിപ്പ് ഹോപ്പ് കൾച്ചറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് അണ്ടർഗ്രൗണ്ട് സീനിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 8 വർഷമായിട്ട് ഞാൻ ഇതിൽ തന്നെ നിൽക്കുകയാണ്. ഡാൻസറായി തുടക്കമിട്ട് ഞാൻ പിന്നീട് അത് മ്യൂസിക് പ്രൊഡ്യൂസറായി മാറി, ബീറ്റ് പ്രൊഡ്യൂസറായി മാറി. ഇപ്പോഴും ഞാൻ എൻ്റെ ഈ കരിയർ ഞാൻ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂരുള്ള ഒരു വലിയൊരു സ്റ്റുഡിയോയിൽ ഞാനത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ്. 2 കൊല്ലം പിള്ളേർ ഞാൻ ലോക്കിംഗ് എന്ന് പറയുന്ന സ്റ്റൈൽ ഞാൻ പഠിപ്പിച്ചതാണ്. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ക്ലാസ്സസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. കൂടെ മ്യൂസിക്കും കൂടെ നോക്കുന്നു. അപ്പോൾ ഞാൻ പഠിച്ച് തുടങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച UBD കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഡാൻസ് കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. അത് ചെന്നൈയിലുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. കാരപ്പാക്കം എന്നുള്ള സ്ഥലത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് UBD കമ്മ്യൂണിറ്റി. അവിടുത്തെ മെയിൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ OG ആണ്. ലോക്കിംഗ് എന്ന് പറയുന്ന സ്റ്റൈല് കളിക്കുന്നതിൽ ഇന്ത്യയിലെ OG ആണ്. അപ്പോൾ ആള് പഠിക്കാൻ പോകുന്നത് കാനഡയിലും മറ്റേ പാരീസിലും അവിടെയൊക്കെയാണ് ആൾ പോകുന്നത്. ആളുടെ പേര് രാഘവൻ പുകഴ് എന്നാണ്, AKA റോക്കിൻ. ഓക്കെ, റോക്കിൻ സാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിനെ കാണാൻ കിട്ടുന്നതായിരിക്കും. ആള് പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കണക്ക് വെളിയിലാണ് പുള്ളി പഠിക്കാൻ പോകുന്നത്. ബാറ്റിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ ഇവിടെ ഇന്ത്യയിൽ ഇനി ആൾക്ക് പോയി മൂട്ടാണ്ട് വേറെ ആളൊന്നുമില്ല. പുള്ളി പോയിട്ട് നേരെ വെളിയിൽ പോയി ആണ് പുള്ളി ബാറ്റിൽസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയ ബാറ്റിൽസും പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവിടുന്ന് ജഡ്ജായിട്ട് വരുന്ന മെയിൻ OGകളായിട്ട് വരുന്ന ആൾക്കാരെ എല്ലാം തന്നെ ഓരോ വർഷത്തിൽ ഇങ്ങോട്ട് വർക്ക്ഷോപ്പിനായിട്ട് ചെന്നൈയിൽ കൊണ്ടുവന്ന് IPL എന്നുള്ള പേരിൽ ഒരു വർക്ക്ഷോപ്പും ബാറ്റിൽസും പരിപാടികളെല്ലാം നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു വട്ടം ഒരു OGനെ ആളെ കൊണ്ടുവന്നു. ആളുടെ പേര് സീക്ടാഷ് എന്നാണ്. നതാഷ എന്നാണ് ആളുടെ പേര്. നതാഷ ജീൻ ബാർട്ട് എന്നാണ് ആളുടെ പേര്. ഈ പറയുന്ന ലോക്കിംഗ് എന്ന് പറയുന്ന ഡാൻസ് സ്റ്റൈൽ ഉണ്ടാകുന്നത് തന്നെ ആക്ച്വലി ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാകുന്നതാണ്. കുറച്ചും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിപ്പ് ഹോപ്പിന് മുന്നേ ഉണ്ടായ മ്യൂസിക് ജോണറാണ് ഫങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ക് എന്ന് പറയുന്ന മ്യൂസിക് ജോണർ ഉണ്ടായ ഡാൻസ് സ്റ്റൈലാണ് ഈ പറയുന്ന ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ, ഹിപ്പ് ഹോപ്പ് ഏറ്റവും ആദ്യം ഉണ്ടായ ഹിപ്പ് ഹോപ്പ് ഡാൻസ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്ങിന് മുന്നേ ഉണ്ടായ സ്റ്റൈലാണ് ഈ പറയുന്ന ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കിംഗ് ഉണ്ടാക്കിയ ആളുടെ പേര്
ഡോൺ ക്യാമ്പൽ എന്നാണ്. ഡോൺ ക്യാമ്പൽ മരിക്കുന്നിടം വരെയും ആളെ കൂടെ നിന്ന് നോക്കി ആളെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് പോയിരുന്ന ആളാണ് ഈ പറയുന്ന സീക് ഡാഷ് എന്ന് പറയുന്നത്, നതാഷ ജീൻ ബാർട്ട് എന്ന് പറയുന്ന മാം. അപ്പോൾ ആള് വർക്ക്ഷോപ്പ് എടുക്കാണ്ട് ഇവിടെ വന്ന സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്ത് ആളുമായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് ഞാൻ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ എനിക്ക് അയച്ചു തന്ന ഈ പറയുന്ന വീഡിയോസ് കൊണ്ടുള്ള അറിവുകളാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ ഡയറക്റ്റ് പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല, അത് അങ്ങനെ കിട്ടത്തില്ല. അതിനകത്ത് 2-3 വീഡിയോസ് പലതും പല രാജ്യങ്ങളിൽ അത് ബാനാണ്, അതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്സിൻ്റെ ജീവിതം തൊട്ട് പറയുന്നുണ്ട്. കാരണം ഞാൻ ചോദിച്ച ചോദ്യം ഹിപ്ഹോപ്പ് എന്താണ് അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അയച്ചു തന്ന ഒരു പ്ലേലിസ്റ്റാണിത്. അപ്പോൾ അത് എന്നെ സത്യം പറയാം അത് തിരിപ്പായിരുന്നു. സത്യം പറയാം ഉള്ള കാര്യം പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ തിരിപ്പായിരുന്നു. ഞാൻ നേരെ തിരിഞ്ഞു. കാരണം ഞാൻ എത്ര നാളെ ഞാൻ മ്യൂസിക്കിനെ പറ്റി ഞാൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല ഞാൻ അതിനകത്തൊന്ന് കാണുന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ഹിപ്ഹോപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഹിപ്ഹോപ്പ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് എത്രത്തോളം അതിന് ഒരു ബ്ലാക്സിനെ സംബന്ധപ്പെട്ട് എത്രത്തോളം വിലപ്പെട്ടതാണ്, എത്രത്തോളം അവരുടെ ജീവിതമാണ് അതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന അന്നാണ്. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ ആയിരുന്നില്ല. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു വീഡിയോ തന്നെ അതിനകത്തൊരു 6-7 വീഡിയോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ 6-7 വീഡിയോസിന് മേളിലുണ്ട്. പക്ഷേ അത് 2-3 ഈ പറഞ്ഞ കണക്ക് ബാൻഡാണ് പല രാജ്യങ്ങളിലും, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ VPN വരെ ഇട്ട് നോക്കി കേട്ടോ. VPN വരെ ഇട്ട് നോക്കി, ഞാൻ എടുത്ത് നോക്കിയിട്ട് പോലും എനിക്കത് കിട്ടിയിട്ടില്ല. അറിയില്ല, ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ ഉള്ള വീഡിയോസ് കണ്ടു. ഒരു വീഡിയോ തന്നെ ഏതോ ഒരു മണിക്കൂറിനടുത്തുണ്ട് ഒരു വീഡിയോ തന്നെ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാനിരുന്ന് ഫുള്ള് കണ്ടു. കാരണം അത് എന്താണെന്ന് അറിയണം ഒരു സാധനമുള്ളതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് കണ്ടു. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പക്ഷേ അതെല്ലാം കൂടെ നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. ഞാൻ വളരെ ചുരുക്കിയാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ പോലെ ഒരു 10-20 മിനിറ്റിൽ ഒരു 30 മിനിറ്റ് തികയ്ക്കാതെ ഉള്ള രീതിയിൽ പിടിക്കണം എന്നാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ആകാൻ ഭയങ്കര പാടാണ് സുഹൃത്തുക്കളെ. നെറ്റില്ല, അതുകൊണ്ടാണ്. വീട്ടിൽ വൈഫൈ ഒന്നും ഇല്ല, അതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് എനിക്ക് ഈ പറയുന്ന വീഡിയോസ്, എനിക്കല്ല ഈ പറയുന്ന ഇൻഫോർമേഷൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് 1930-ലാണ്. 1930 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബ്ലാക്സ് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ലേവറിയാണ്. അവരൊരു വിഭാഗം ആൾക്കാർ മാത്രമായിട്ട് അവരെവിടെയെങ്കിലും ജീവിക്കണം, അല്ല അവർക്ക് ബാക്കിയുള്ള സോഷ്യലൈസ് ആയിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ വൈറ്റ്സിൻ്റെ ഇടയിലോട്ടൊന്നും അവർക്കൊന്നും പോകാൻ പറ്റത്തില്ല. അവർക്ക് ഈ പറയുന്ന ഒരു 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 സമാധാനമായ സന്തോഷമായ ജീവിതമൊന്നുമില്ല. അന്നൊരു ലെജൻഡ് പറഞ്ഞു. ആളുടെ പേര് റേ ചാൾസ് എന്നാണ്. റേ ചാൾസിനെ പല ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും. റേ ചാൾസ് കണ്ണ് കാണാൻ വയ്യാത്തൊരു വ്യക്തിയായിരുന്നു. കണ്ണ് കാണാൻ വയ്യാതാവുന്ന പുള്ളി 5-ാമത്തെ വയസ്സിൽ പുള്ളിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയും 7-ാമത്തെ വയസ്സിൽ പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യായിരുന്നു പുള്ളിയുടെ കാഴ്ച. ആളുടെ വീട്ടിൽ വളരെ ദുരിതങ്ങൾ അനുഭവിച്ച് വന്നൊരു വ്യക്തിയാണ് പുള്ളി. ഒരു പ്രായമാകുന്ന സമയത്ത് ഒരു മ്യൂസിക്കിലേക്ക് ഒരു തിരിവ് കിട്ടി. പുള്ളിയുടെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ലൂയിസ് ജോർഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നത് ലൂയിസ് ജോർഡൻ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ ലോകത്ത് ആദ്യമായി R&B മ്യൂസിക് ഉണ്ടാക്കുന്നത്. അത് 1945-ലായിരുന്നു. കാൽഡോണിയ എന്ന് പറഞ്ഞൊരു പാട്ടാണ് ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള R&B മ്യൂസിക്. ആ ലൂയിസ് ജോർഡനെ കണ്ടിട്ട് ആള് ഭയങ്കരമായി മ്യൂസിക്കിനെ പറ്റി മ്യൂസിക്കിനെ പറ്റിയിട്ട് ഇൻസ്പയർ ആവുകയും R&B മ്യൂസിക് ചെയ്യാൻ തുടങ്ങുകയും R&B മ്യൂസിക് ചെയ്യുമ്പോൾ പുള്ളി കണ്ണ് കാണാൻ വയ്യ. പുള്ളി പാട്ട് പാടും. ഓൾസോ പുള്ളി പിയാനോ വായിക്കുന്ന വ്യക്തിയാണ്. കണ്ണ് കാണാൻ വയ്യെങ്കിലും പുള്ളി പിയാനോ വായിക്കും. അപ്പോൾ പിയാനോയും വായിച്ച് പുള്ളി നല്ല രീതിയിൽ കയറി ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഏർലി 50s ആക്ച്വലി ഈ പറയുന്ന R&B മ്യൂസിക് ഭയങ്കരമായും ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ R&B മ്യൂസിക് ഹൈപ്പ് കയറി ഈ വൈറ്റ്സിൻ്റെ ഇടയിലേക്ക് ഈ മ്യൂസിക് എത്താനായിട്ട് തുടങ്ങി. വൈറ്റ്സിൻ്റെ ഇടയിലോട്ട് ഇത് എത്താൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് വൈറ്റ്സിന് ഈ മ്യൂസിക് ഇഷ്ടപ്പെടുകയും ആൾക്കാരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൂയിസ് ജോർഡനെ കണ്ടു കഴിഞ്ഞാൽ ലൂയിസ് ജോർഡൻ വലിയ അക്രമകാരിയായിട്ടൊന്നും തോന്നത്തില്ല. കാരണം പാവം പിടിച്ചൊരു ചബ്ബിയായിട്ടുള്ള മനുഷ്യനൊക്കെയാണ്. അപ്പോൾ പുള്ളിനെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസും ഇഷ്ടമാണ്, എല്ലാ പരിപാടികളൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവർ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നതും ഇവരുടെ പരിപാടി കാണാനായിട്ടൊക്കെ വൈറ്റ്സൊക്കെ വന്ന് കൂടാൻ തുടങ്ങുന്ന സമയത്ത് ഈ പോലീസുകാർ ഇടവഴി കയറി വന്നിട്ട് പോലീസുകാരെ വെച്ച് അടിച്ച് ഓടിക്കല്ല അതിന്. കാരണം അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് ഗവൺമെൻറ് ഒരിക്കലും സമ്മതിക്കില്ല ഇവരുമായിട്ട് ഇതാവാനും. ഭയങ്കരമായ റേസിസം അലയടിച്ച് മറ്റേ സ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ഈ ബ്ലാക്ക് മ്യൂസിക് R&B ഒക്കെ ഉണ്ടാക്കുന്നത് പോലും ആക്ച്വലി ഇവർ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്സ് ഉണ്ടാക്കിയിരുന്നത് ബ്ലാക്സിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളുടെ ആ സോങ്ങിൻ്റെ ഒരു എനർജി കാരണം
ഈ പറയുന്ന എന്താ മ്യൂസിക് എത്രത്തോളം വയസ്സിൻ്റെ ഇടയിലൂടെ വരെ കയറി അവർ കൂടെ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ മീൻ വൈൽ R&B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, R&B എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് ബ്ലൂസ് എന്നാണ്. ഓക്കെ, റിതം ആൻഡ് ബ്ലൂസ്. ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലൂസ് തന്നെ, ബ്ലൂ അതാണ് സംഭവം. കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ റിതമിക്കായിട്ട് അത് പറയും. ഒരു സ്ത്രീ വർണ്ണന, അതാണ് മെയിനായിട്ട് ഈ പറയുന്ന ബ്ലൂസിനെ കുറച്ചും കൂടെ നമ്മളൊരു മാന്യമായി പറയുകയാണെങ്കിൽ സ്ത്രീ വർണ്ണന എന്ന് പറയാം. അതിനെയാണ് നമ്മൾ പറയുന്ന ബ്ലൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പഴയ നസീറിൻ്റെ പാട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ബ്ലൂസാണ്. അത് നമ്മുടെ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു കാവ്യ എന്താ പോയട്രി, കുറച്ചുകൂടെ ഒരു പൊയട്രിക്കലായിട്ട് നമ്മുടെ ഇവിടെ കുറച്ചും കൂടെ പരിപാടി പറ്റിക്കും. പക്ഷെ അവിടെ പറയുമ്പോൾ അങ്ങനല്ല, അവിടെ പച്ചയ്ക്ക് പറയും. അതാണ് അതിൻ്റെ കുറച്ചും കൂടെ ഒരു അവന്മാരുടെ ഒരു ഗെയിം. അപ്പോൾ റിതം ആൻഡ് ബ്ലൂസ് അതാണ്, അത് പറയാൻ ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇടയ്ക്ക് കയറി ഇത് പറഞ്ഞു കേട്ടോ. റേ ചാൾസ് ഇത് കണ്ട് ആളെ കണ്ട് ഭയങ്കരമായും ഇൻസ്പിറേഷൻ കൊണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു ബാൻഡിൽ കയറി, ബാൻഡിൽ പുള്ളി പിന്നെ ഒരു പല ടീമുമായിട്ടും പല ആർട്ടിസ്റ്റുകളുമായിട്ട് കൊളാബായിട്ടും ഒരുമിച്ച് മുന്നോട്ട് പോയി. നല്ല രീതിയിൽ R&B മ്യൂസിക് കയറി വന്നു. R&B മ്യൂസിക് കയറി വന്ന സമയത്ത് ബ്ലാക്സിന് ആക്ച്വലി അവർക്ക് ഒരു വില കിട്ടി തുടങ്ങി സൊസൈറ്റിയിൽ. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ പറയുന്ന വൈറ്റ്സിന് ഇത് പിടിക്കാതെ വന്നു. വൈറ്റ്സ് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ R&Bനെ അവന്മാർ മറ്റേ നേരെ തിരിച്ച് വേറെ ഐറ്റം ആക്കി, R&R ആക്കി. R&R എന്ന് പറഞ്ഞാൽ റോക്ക് ആൻഡ് റോൾ ഉണ്ടാക്കി. അപ്പോൾ റോക്ക് ആൻഡ് റോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ R&B എന്ന് പറയുന്നതിന് താഴെ ഭയങ്കരമായി ഇടിവുണ്ടാകാൻ തുടങ്ങി. എല്ലാവരും റോക്ക് ആൻഡ് റോളിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. റേ ചാൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ R&R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R&Bയുടെ സാനിറ്റൈസ്ഡ് വേർഷൻ ആണെന്നാണ്. അപ്പോൾ അങ്ങനെ അവർ റോക്ക് ആൻഡ് റോൾ ഇറക്കി. ഇപ്പോൾ R&Bയിൽ ഉണ്ടായിരുന്ന സെയിം പാട്ടുകളുടെ സെയിം സാധനം തന്നെ എടുത്തിട്ട്, പേര് പോലും അതേപടി സാധനം എടുത്തിട്ട് അവന്മാർക്ക് മാറ്റേണ്ട സാധനങ്ങൾ മാത്രം വാക്കുകൾ മാത്രം മാറ്റിയിട്ട് അവന്മാർ പാട്ടുകൾ ഇറക്കി തുടങ്ങി. അപ്പോൾ അതിറങ്ങി, അത് ഭയങ്കരമായി ഹിറ്റായി. റോക്ക് ആൻഡ് റോൾ കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേന് R&Bയുടെ വാല്യൂ ഇടിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവർ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വാല്യൂ അത് മൊത്തത്തിൽ ഇല്ലാണ്ടായി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ പിന്നെ വീണ്ടും സ്ലേവറി ഭയങ്കരമായിട്ട് കൂടുകയും റേ ചാൾസൊക്കെ ജയിലിൽ പോയി. റേ ചാൾസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡ്രഗ് അഡിക്റ്റ് ആയി പുള്ളിനെയൊക്കെ ജയിലിൽ പിടിച്ചുകൊണ്ട് പുള്ളിനെ കൊണ്ടുപോയി. ആകെ ഇവർക്ക് ഈ ബ്ലാക്സിന് ആകെ ആശ്രയം എന്ന് പറയുന്നത് ചാപ്പലുകൾ മാത്രമേ ഉള്ളൂ, ചർച്ചും പരിപാടികൾ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ ഇവർക്ക് ഫ്രീഡം ഉള്ളൂ, അവർക്ക് സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായി. അങ്ങനെ ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ റേ ചാൾസ് അതിൻ്റെ ഇടയിൽ നിന്ന് ജയിലിൽ നിന്ന് പുള്ളിക്കാരൻ അതുപോലെ ഈ വേറെ നിൽക്കാനും ഇരിക്കാനും വേറെ സ്ഥലമൊന്നും ഇല്ലാത്ത, സമാധാനം ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ പുള്ളി നേരെ പോയി കയറുന്നത് ചർച്ചിലോട്ടാണ്. ചർച്ചിൽ കയറുന്ന സമയത്ത് പുള്ളിക്ക് അവിടെ വെച്ച് വേറൊരു മറ്റേ തിരിവ് കിട്ടി. ഈ അവിടെ ചർച്ചുകളിലും ഗോസ്പൽസുകളിലാണെങ്കിലും എന്താണ് പാട്ടുകൾ ഭയങ്കരമായും സോളുള്ള പാട്ടുകളാണ്. അത് ഉള്ളിന്ന് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോൾ അത് ഭയങ്കര സോളാണല്ലോ. ആ സോള് പുള്ളിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. അപ്പോൾ പുള്ളി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചു പിടിക്കണം, ബ്ലാക്സിന് നഷ്ടപ്പെട്ട അവരുടെ ജീവിതം, എല്ലാവരും ഞങ്ങളുടെ ഈ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം, ഈ മ്യൂസിക്കിലോടൊന്ന് പിടിച്ച് കയറി വന്നാണ്, പക്ഷെ കൈവിട്ട് പോയി, പക്ഷെ വീണ്ടും പിടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒറ്റ തീരുമാനത്തോടെ തന്നെ പുള്ളി വീണ്ടും R&B മ്യൂസിക്കിലേക്ക് വീണ്ടും ഇറങ്ങി. പക്ഷേ പുള്ളി ഇറങ്ങിയ സമയത്ത് പുള്ളി ഈ പറയുന്ന സോൾ അതിലേക്ക് കൊണ്ടുവന്നു. അതായത് ഇപ്പം നേരത്തെ ഈ പറയുന്ന കണക്ക് R&B മ്യൂസിക്കിലെ ആള് വെറുതെ പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സ്ത്രീവർണ്ണന, ഇതാണ് വരികൾ സ്ത്രീവർണ്ണനയാണെങ്കിൽ പിന്നെ പാടുന്ന കാര്യങ്ങൾ ഋതത്തിൽ പാടുമ്പോൾ അത് ഋതം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ ഫീലൊന്നും വരുന്നില്ല, അതിൽ കൂടുതൽ ഫീലിലേക്ക് കൊണ്ടെത്തിക്കുന്നൊന്നുമില്ല. പക്ഷേ പുള്ളി ഈ സെയിം സാധനത്തിലേക്ക് കുറച്ചുകൂടെ ഫീലും കൂടെ ഇട്ടു. അതാണ് ഈ സോളും കൂടെ കൊണ്ടിട്ടു എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ മൂഡ് മാറി. അത് തുടങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ വളരെയധികം ഇതിനെ പിന്നെ എതിർത്ത് നിന്നു. കാരണം സോൾ യൂസ് ചെയ്യുന്നത് ഈ ചർച്ചുകളിലും മറ്റും എന്താണ് ആ ഒരു ഉള്ളിന്ന് വിളിക്കുന്ന ഒരു ഇതിനെയാണല്ലോ, അതിൽ ഡിവൈനായിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിനെ എതിർത്ത് നിന്നിരുന്നു ആ സമയത്ത്. പിന്നീട് പക്ഷെ അത് വളരെ ഹിറ്റായത് കയറിക്കൊണ്ട് പോയി. അതേ സമയത്ത് തന്നെ ഇതേ റേ ചാൾസിന് നേരെ പാരലായിട്ട് ഒരാൾ അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആളുടെ പേര് ജെയിംസ് ബ്രൗൺ എന്നായിരുന്നു. ഓക്കെ, ജെയിംസ് ബ്രൗൺ R&B മ്യൂസിക് പാടിക്കൊണ്ടിരുന്ന ആളാണ്. പുള്ളി അത് കഴിഞ്ഞ് സോളിലേക്ക് മാറി, സോൾഫുൾ R&B പുള്ളി പാടാൻ തുടങ്ങി. പുള്ളി അങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്ക് പെട്ടെന്നൊരു തിരിവ് കിട്ടി. ഇത്രയും നാളും അവരന്നേരം ഈ സോൾ മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ R&B മ്യൂസിക്കിൽ പുള്ളി അത്ര നാൾ അവർ ഡ്രംസ് വായിച്ചുകൊണ്ടിരുന്നത് ജാസ് ആയിരുന്നു അവർ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവർ ജാസ് നേരെ ഈ പറയുന്ന
ജാസ് നേരെ ഫ്ലിപ്പ് ചെയ്തിട്ട് അത് നേരെ മാറ്റി അതിൻ്റെ റിതം പാറ്റേൺ നൈസായിട്ടൊന്ന് മാറ്റി നൈസായിട്ടൊന്ന് മാറ്റി വേറൊരു റിതം പാറ്റേൺ പിടിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ ജോണർ കിട്ടി, ഫങ്ക് കിട്ടി. ഓക്കെ, ഫങ്ക് മ്യൂസിക് അന്നാണ് ഉണ്ടാകുന്നത്. ജെയിംസ് ബ്രൗൺ ആണ് ആക്ച്വലി ഫങ്ക് മ്യൂസിക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1965 ജെയിംസ് ബ്രൗൺ ഫങ്ക് കണ്ടുപിടിച്ചു. 1965 ഫങ്കിന്റെ ഒരു പാറ്റേൺ പുള്ളി ഉണ്ടാക്കിയ ഡ്രംസ് കൊണ്ടുവന്നു. ആ ഡ്രംസിലേക്ക് പുള്ളിയുടെ സോള് കൊണ്ടിട്ടു. സോള് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിന്റെ മൂഡ് മൊത്തത്തിൽ മാറി. ഈ പറയുന്ന എന്താ എന്നാ എന്നാ ഒരു വ്യക്തിക്കും വെറുതെ ആ പാട്ട് കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഇരിക്കാൻ പറ്റത്തില്ല, കസേര ഇരിക്കാൻ തോന്നുന്നില്ല. കാരണം എഴുന്നേറ്റ് തുള്ളിപ്പോവും. അതാണ് അതിന്റെ റിതം, മനസ്സിലായില്ലേ? അതിന്റെ റിതം അതാണ്. അത് ഒരിക്കലും ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടായി മാറി. അത് ഈ പറയുന്ന R&Bനെക്കാളിലും കൂടുതൽ പവറിൽ ഇത് കുറച്ചും കൂടെ മുന്നോട്ട് ഭയങ്കരമായിട്ട് കയറി വന്നു തുടങ്ങി. അത് ഒരു ഹൈയിലെത്തിയപ്പോൾ ഈ ജെയിംസ് ബ്രൗൺ ആക്ച്വലി ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ തൻ്റെ വർഗത്തിൻ്റെ ഈ ബ്ലാക്സിൻ്റെ ആ ഒരു വാല്യൂ അവർക്ക് ഫ്രീഡം കിട്ടണം എന്നുള്ളത് വെച്ചിട്ട് മാത്രമാണ് പുള്ളി ഇത് മുന്നോട്ട് പുഷ് കൊണ്ടിരുന്നത്. പുള്ളി കൂടുതലും പെർഫോം ചെയ്തതും പുള്ളി കൂടുതലും ആ സമയത്ത് എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരുന്നത് ബ്ലാക്സിന് വേണ്ടിയിട്ടായിരുന്നു. ബ്ലാക്സിൻ്റെ ഒരു ഇടയിൽ ആയിരുന്നു ഇത് കൊണ്ടുപോയി ഈ ഫങ്ക് കൊണ്ടുപോയി പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊരു ഹൈയിലെത്തി, ഒരു പരിപാടി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ അവിടെയുള്ള ഈ പറയുന്ന നമ്മുടെ ബ്ലാക്സ് കുഞ്ഞു കുട്ടികളുമായിട്ട് തന്നെ സൊസൈറ്റിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങി, മനസ്സിലായില്ലേ? കുഞ്ഞു കുട്ടികളെ എളിയത്ത് വെച്ചിട്ട് അതുങ്ങളുമായിട്ട് വരെ ഇറങ്ങാനുള്ള ധൈര്യം അവർക്കുണ്ടായി. അത്രയും നാളും കൊച്ചു പിള്ളേരെയും കൊണ്ട് പോലെ വെളിയോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഇറങ്ങി കഴിഞ്ഞ് പോലീസുകാരെല്ലാം അവിടെ നിന്ന് തല്ലി ഓടിച്ചു വിടും. കാരണം ഇതിനിടയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വിഷയമാണ്, പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആക്ച്വലി അവർക്ക് എന്താണ് ഒരു ഫ്രീഡം കൊടുത്തു, അവർക്കൊരു ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തു ഈ പറയുന്ന മ്യൂസിക് ജോണർ. ആദ്യം R&B കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ R&B ഒരു പൂർണ്ണ രൂപത്തിലെത്തുന്ന ഒരു സമയത്ത് ഇത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൽ നിന്ന് നമുക്ക് വെളിയോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. വെളിയോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ തല്ലി ഓടിക്കുന്ന അവസ്ഥയൊന്നും ആലോചിക്കുക. ഓ മൈ ഗോഡ്, എനിക്ക് ആലോചിക്കാൻ വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവർക്ക് ആ ഒരു മ്യൂസിക് ഫങ്ക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ജോണർ അവർക്ക് അന്നേരം മുഴുവനായിട്ട് അവർക്കൊരു ഒരു ഫ്രീഡം കൊടുത്തു. അങ്ങനെ ഫങ്ക് അങ്ങനെ കയറി ലോകം മൊത്തം പടർന്നു പിടിച്ചു. നമ്മുടെ പഴയ മലയാള സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പോരാതെ തന്നെ ഇപ്പോഴും പല ബാൻഡുകളും ഫങ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മ്യൂസിക്കാണ്. മ്യൂസിക് എപ്പോഴും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. പുതിയ ആൾക്കാർ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കും, പുതിയത് അതിലേക്ക് കൊണ്ടുവന്നിടും. അപ്പോൾ അത് ഇവോൾവ് ആവും. ഓക്കെ, ഡിസ്കോ പുതിയത് കണ്ടുപിടിച്ചു, ഫങ്കിൽ നിന്നും പുതിയ ഡിസ്കോ കണ്ടുപിടിച്ചു. അപ്പോൾ ഡിസ്കോ ഭയങ്കര ത്രെട്ടായി മാറി. ഫങ്ക് നേരെ താന്ന് പോകാൻ തുടങ്ങി. വീണ്ടും അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ബ്ലാക്സിന് നേരിട്ടിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പലയിടത്ത് പല അക്രമങ്ങളും നടക്കുന്നുണ്ട്, പലയിടത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ജോലിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഒരു കുന്തം നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേനും കണ്ടതിനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പലതും മോട്ടിച്ചും സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ ഓരോ രീതിയിലേക്ക് ആക്കി വരുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഒരു കള്ളനും അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരനും അല്ലെങ്കിൽ കൊലയാളികളും മറ്റു പല ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം അന്നേരം അങ്ങനെയായിരുന്നു. അങ്ങനെ 1973 ഓഗസ്റ്റ് 11 ബ്രൗൺസിൽ ഒരു ബ്ലോക്ക് പാർട്ടി ഒരു മനുഷ്യൻ നടത്തി. ആളുടെ പേര് DJ കൂൾ ഹെർക്ക് എന്നായിരുന്നു. DJ കൂൾ ഹെർക്ക്, ഓർത്ത് വെച്ചോ, വർഷവും ഓർത്ത് വെച്ചോ. 1973 ഓഗസ്റ്റ് 11 ബ്രൗൺസിൽ. ഓക്കെ, പുള്ളി അപ്പോൾ അത്രയും നാളും പുള്ളി DJ ആണ്. അവിടെ പല DJസും വേറെ പലരും ഉണ്ട്. അപ്പോൾ അത്രയും നാളും അവിടെ DJയും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒറ്റ ടേണബിളിലായിരുന്നു പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഈ കൺസോൾ എന്ന് നമ്മൾ പറയുമല്ലോ, DJ കൺസോൾ എന്ന് പറയുന്ന സാധനം, അത് ടേണബിൾ, മറ്റേ വട്ടത്തിൽ കറക്കുന്ന സാധനം, അതാകെ ഒറ്റ എണ്ണമേ അത്ര നാളും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ മനുഷ്യന് പെട്ടെന്ന് ഒരു തിരിവ് കിട്ടി. ഈ രണ്ടെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് അതിനകത്ത് ഒരു പാട്ട് ഇപ്പുറത്ത് വിട്ടിട്ട് വേറൊരു പരിപാടി നടത്തി കഴിഞ്ഞാൽ വേറെ സാധനം കിട്ടുമല്ലോ ഉള്ളത് പുള്ളിക്ക് കിട്ടി. അപ്പോൾ പുള്ളി പോയിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് സെറ്റ് ചെയ്ത് പുള്ളി ഒരു പാട്ട് അതിനകത്ത് ഒരു പാട്ടിന് ഇപ്പുറത്തിനകത്ത് വിട്ട് രണ്ട് ടൈമിങ് കൊടുത്ത് പുള്ളി ഒരു സാധനം അങ്ങോട്ട് ഇറക്കി. പുതിയ ബ്രേക്ക് പുള്ളി അങ്ങോട്ട് ഇറക്കി. അങ്ങനെ ആദ്യത്തെ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഉണ്ടായി. അതിന് പറയുന്ന പേര് ബ്രേക്കിംഗ് മ്യൂസിക് എന്നും കൂടാണ് അതിന് പറയുന്നത്. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ 2 ടേണബിൾസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ 2 ഉള്ളത് ഇതിപ്പോൾ കോമൺ ആണല്ലോ. പക്ഷെ നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിച്ച് നോക്കണം, അന്നൊരു മനുഷ്യനത് ചിന്തിച്ചിട്ടില്ല. അത് അന്നത്തെ കാലത്ത് എന്തൊരു ബ്രില്യൻ്റ് ഐഡിയ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരൊറ്റ എണ്ണം യൂസ് ചെയ്യുന്നിടത്ത് പെട്ടെന്ന് പുള്ളിക്ക് തോന്നുക 2 യൂസ് ചെയ്തിട്ട് 2 പാട്ട് വെച്ച് പിടിപ്പിച്ച് പരിപാടി ഓണാക്കി നോക്കാം, അത് വേറെ മൂഡായിരിക്കും എന്നുള്ള പുള്ളി ആയിരിക്കും. കൗണ്ട് അപ്പം ഒരെണ്ണത്തിന് ഒരു കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മറ്റേതിന് വേറൊരു കൗണ്ടാണ്. അപ്പോൾ അത് സെയിം ടൈമിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു വിധത്തിൽ വേറൊരു സാധനത്തിൽ അത് വരും. ഇല്ല, അത് ലോജിക്കൽ വൈസ് ആയിട്ട് സാധനം, അത് ആ പുള്ളിയുടെ തലയെ ചിന്തിച്ച് പുള്ളി അത് ചെയ്തെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉണ്ടാക്കി, അത് എന്തൊരു ഐഡിയ ആണ്, അത് എന്തുകൊണ്ടാണ്, അത് ബോർഡം കൊണ്ടുണ്ടായത് ഒരു പരിപാടിയാണോ, അതോ ഒരു മറ്റേ ദൈവിക ഉൾവിളി കൊണ്ട് ഉണ്ടായതാണോ,
അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും കൊണ്ട് സംഭവിച്ചാണോ എന്നും ഒരു ഒരു അറിയില്ല. യൂത്തിൻ്റെ ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ള ഒരു ടൈമിലുള്ള ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അന്നേരത്തെ ഒരു തിളപ്പുകാരൻ തന്നെ ഉണ്ടായി വന്നതാണോ എന്നൊന്നും അറിയില്ല. അത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അത് ലോകത്തിനെ സത്യത്തിൽ ആ സംഭവം ലോകം മൊത്തം വേറെ രീതിയിൽ എല്ലാവരും മറ്റേ തിരിഞ്ഞു നോക്കി പുള്ളിനെ, DJ കൂൾ ഹെർക്കിൽ. സത്യത്തിൽ ആ കാലത്ത് ഇത് ആക്ച്വലി അമേരിക്കയിൽ ഫുൾ ആ ഒരു മ്യൂസിക് ലിസണിങ്ങിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റി. അതിനെ വേറെ രീതിയിലേക്ക് അത് മാറിപ്പോയി. അതിനെ എന്താണ് റിതമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിതമിക്കാണ്. കാരണം ഈ പറയുന്ന ബ്രേക്കിംഗ് ബീറ്റ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ മ്യൂസിക്. അപ്പോൾ അത് ഉണ്ടാകുന്നത് തന്നെ ഫങ്ക് മ്യൂസിക് എന്നാണ്. ജെയിംസ് ബ്രോണിൻ്റെ പഴയ പാട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പല ജെയിംസ് ബ്രോണിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫങ്ക് മ്യൂസിക് ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളുടെ റെക്കോർഡുകൾ എടുത്തിട്ട് അതിനെയാണ് ഈ പറയുന്ന ബ്രേക്കിംഗ് മ്യൂസിക്കായിട്ട് മാറ്റിയേക്കുന്നത്. അപ്പോൾ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൽ ആക്ച്വലി ഈ പറയുന്ന ഫങ്ക് ഉണ്ടെന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പിന്നെ അതിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിതം ആക്ച്വലി എന്താണ് മറ്റേതുമായിട്ട് സിമിലർ ആണ്. ഫങ്ക് അവിടെ അലൈവ് ആണ്, ബട്ട് അത് വേറെ ഒരു സാധനമായി മാറി. അപ്പോൾ ആ കാലത്ത് പുള്ളി ഈ പറയുന്ന പാർട്ടി നടത്തുന്നത് ആക്ച്വലി റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ മറ്റൊന്നിന് വേണ്ടിയിട്ടല്ല. ഇത് ചെയ്യുന്നത് ആക്ച്വലി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. കാരണം അന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിലൂടെ അനുഭവിച്ചു പോകുന്ന മനുഷ്യന്മാർക്ക് ഒരു നിമിഷം എല്ലാം മറന്നൊന്ന് ഡാൻസ് കളിച്ച് എല്ലാം ഒന്ന് ആ ഫ്രസ്ട്രേഷൻ മുഴുവനും എല്ലാം പോകണം, എല്ലാം ഒന്ന് സമാധാനമാവണം, എല്ലാം ഒന്ന് ഹാപ്പി ആവണം എന്നുള്ള ഒരു ഇതിനു വേണ്ടി മാത്രം വെച്ച പരിപാടിയാണിത്. അന്ന് ഡാൻസിന് വേണ്ടിയിട്ടായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ജോണറാണ് ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് റാപ്പ് എന്ന് പറയുന്നതൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അന്ന് എം സികളുണ്ട്. എം സികൾ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഈ ബീറ്റിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക തന്നെയായിരുന്നു പരിപാടി. ഇങ്ങനെ പറഞ്ഞ് അവസാനം ആണ് ഈ പറയുന്ന റാപ്പ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. റാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ശരിക്കും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് സത്യത്തിൽ. അപ്പോൾ അങ്ങനെ റാപ്പായി മാറുകയും പിന്നീട് അതെന്താണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും അത് കൂടുതൽ ആൾക്കാർ രസിക്കുകയും ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിനകത്ത് അവർക്ക് അന്നേരം ആ മൊമെൻ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരത് അവിടെ പറയുന്നുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ പോയി ഏറ്റവും ആദ്യം ഇറങ്ങിയ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത് എന്താണ് റാപ്പേഴ്സ് ഡിലൈറ്റ് എന്ന് പറയുന്ന സോങ് ആണ് ആദ്യമായിട്ട് ഇറങ്ങിയ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത്. അത് ഷുഗർ ഹിൽ എന്ന് പറയുന്ന ഒരു ബാൻഡിൻ്റെ ഇതിൽ ഇറങ്ങിയേക്കുന്ന സോങ് ആണ്. ഇപ്പോൾ ആ ഒരു റാപ്പ് സോങ് നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പക്ക കവിത പോലെ തന്നെയാണ് പോകുന്നത്. അത് മറ്റേ ഈ പറയുന്ന ആദ്യത്തെ പട്ടികയും അവസാനത്തെ ഇത് മറ്റേ കൂടെ മറ്റേ പ്രാസം അത് ഇതാക്കി പോകുന്ന ഒരു പരിപാടിയാണ് അന്ന് ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ ആ ഒരു ശൈലിയാണ് അത് പോയേക്കുന്നത്. അല്ലാതെ അത് മാരകമായതിൽ ബാൾസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നപ്പോൾ ഈ പറയുന്ന മ്യൂസിക് ജോണർ ഉണ്ടാകുന്ന സമയത്ത് പോലും ആക്ച്വലി ഭയങ്കരമായ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതിന് എതിർപ്പുണ്ടായിരുന്നു. കാരണം ഒറിജിനൽ മ്യൂസിക്കിനെ ഇതെന്ത് മ്യൂസിക്കാണെന്നാണ് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഒറിജിനൽ മ്യൂസിക്കിനെ പിന്നെ ഉള്ളതിനെ എടുത്തിട്ട് വെട്ടി അതിനെ മറ്റേ ഇതാക്കി രണ്ടെണ്ണത്തിട്ട് തിരിപ്പിക്കുന്നില്ലല്ലോ. ഇതിലെന്താണ് ഇത്ര വലിയ കാര്യമുള്ളത്, അതെന്താണ് സംഭവം എന്നൊക്കെയാണ് ആൾക്കാർ ആ കാലത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. അത് വലിയ ഇതായിക്കൊണ്ടിരുന്നത്. പിന്നീട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, അത് മാറി, അത് ഇവോൾവ് ആയി. അങ്ങനെ ബ്ലാക്സിന് ആക്ച്വലി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫങ്ക് മ്യൂസിക് ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വാല്യൂവിന് അപ്പുറത്തുള്ള വാല്യൂ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന മ്യൂസിക് ജോണർ അവർക്ക് വാല്യൂ ഉണ്ടാക്കി കൊടുത്തു തുടങ്ങി. അപ്പോൾ ഒരിക്കലും ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് ആക്ച്വലി എന്താണ് ഒരു കൾച്ചറിലേക്ക് എന്നുള്ള രീതിയിലേക്ക് മുഴുവനായിട്ട് എത്തിയിട്ടില്ല. അതൊരു ആർട്ട് ഫോമായിട്ട് അവർ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇത് ആർട്ടായിട്ട് തുടങ്ങിയ ഒരു മ്യൂസിക് ജോണർ പിന്നീട് ആർട്ടിൽ നിന്നും അത് ഒരു കൾച്ചറിലേക്ക് ആയി മാറുമായിരുന്നു. കാരണം അത് അവരുടെ ഇടയിൽ നിന്ന് വന്നതാണ്. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു എന്താണ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്തതാണ്. അത് ഒരു മ്യൂസിക് ജോണറാണ്, ഒരു ശൈലിയാണ്, ഒരു രീതിയാണ്. അപ്പോൾ അത് കൾച്ചറായി മാറുകയായിരുന്നു പിന്നീട്. പക്ഷെ അപ്പോഴും ഹിപ്പ് ഹോപ്പ് എന്നുള്ളൊരു പേര് എവിടുന്ന് വന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഇപ്പോഴും ഇല്ല. ആദ്യം പറഞ്ഞിരുന്ന സീക് ടാഷി നമ്മുടെ ചെന്നൈ വന്ന സമയത്ത് ഞാനന്ന് വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരു വ്യക്തി എവിടെ വെച്ചോ ഏതോ ഒരു വ്യക്തി കൂട്ടത്തിലുള്ള ആൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ഹിപ്പ് ഹോപ്പ് എന്നുള്ള പേരുണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അറിയില്ല. അതിന് പല കാര്യങ്ങളാണ്, പല ആൾക്കാർ പലതാണ് പറയുന്നത്. ചിലർ മറ്റേ ഒരു പോലീസിനെ നടപ്പ് കണ്ടിട്ട് അതിനെ കളിയാക്കി വിളിച്ചപ്പോഴാണ് ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് എന്നുള്ളൊരു പേരുണ്ടാവുന്നത് എന്നുള്ളത് ചിലർ പറയുന്നുണ്ട്. അങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷെ ഇന്നടത്തു നിന്നാണ് ഈ പേരുണ്ടായത്, പേരിന് കൃത്യമായ ഇങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് ഒരിടത്തും ആർക്കും അറിയില്ല, ഓജിക്കറിയില്ല. നമുക്ക് ഇതൊരു കൾച്ചറായിട്ട് മാറി കഴിയുമ്പോഴത്തേക്കിനും ഇവന് കുറച്ച് ഫണ്ടമെന്റൽസ് ഇതിലേക്ക് വന്നു. ഒന്ന് മ്യൂസിക്, ഡാൻസ്, ഗ്രാഫിറ്റി, ഫാഷൻ, ലാംഗ്വേജ്.
ഇപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെല്ലാം പെടും, റാപ്പും ഡി ജെയിങ്ങും എല്ലാ പരിപാടികളും അതിനകത്ത് പെടും. അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ റാപ്പിന് എടുത്ത് പറയാതിരുന്നത്. റാപ്പേഴ്സ് ഡെയിലി തുടങ്ങിയ റാപ്പ് മ്യൂസിക് അത് ഇവോൾവ് ആയിട്ട് ഇപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് അതിനായിട്ട് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് അത് ഏകദേശം ഒരു ടൂ പാക്കിൻ്റെയും ബിഗിയുടെ ഒരു കാലഘട്ടത്തിന് തൊട്ട് മുന്നേ തന്നെ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. റാപ്പ് എന്ന് പറയുന്നത് മോഡൽ പോയട്രിയാണ്. അത് സാധാ പോയട്രി അല്ല, അത് സാധാ കവിതയല്ല. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന റാപ്പേഴ്സ് റിലേറ്റഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സാധാ കവിത പോലെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതിനെ പിൻകാലത്ത് അത് പിന്നീട് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങളുണ്ട്. അത് രീതിയിൽ വേണം നിങ്ങൾ പോകാൻ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളായിട്ടുള്ള രീതിയിൽ മാറ്റാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് അത് മാറി. ഇപ്പോഴത്തെ ഉള്ള പിന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും ഗ്രാമി അടിച്ച കെൻഡ്രിക്ക് വരെ അതിനകത്ത് പിന്നെ ഇപ്പോഴും ടൂ പാക്കിനെയൊക്കെയാണ് തൊഴുതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇനി മറുഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിനെ സംബന്ധിച്ച്, ഹിപ്ഹോപ്പ് മ്യൂസിക്കിനെ സംബന്ധിച്ച് മ്യൂസിക് അണ്ടർഗ്രൗണ്ട് സീൻ വഴി അത് വേറെ രീതിയിൽ അത് ഇവോൾവ് ആയി പോയിട്ടുണ്ട്. അത് അണ്ടർഗ്രൗണ്ട് സീൻ എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന സൈഫേഴ്സും ബാറ്റിൽസുമാണ്. ഇപ്പോൾ അന്ന് ഡി ജെ കൂൾ ഹെർക്ക് അന്ന് പാർട്ടി നടത്തുന്ന സമയത്ത് അവിടെ സംഭവിച്ചിട്ടുള്ളത്, അവിടെ ഒരു സൈഫർ സർക്കിളാണ് ഉണ്ടായിട്ടുള്ളത്. സൈഫർ സർക്കിൾ നടത്തി അതിൻ്റെ നടുക്ക് നിന്ന് ഒരു ഡാൻസർ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്, ഒരു ബോയ് നിന്ന് ബ്രേക്കിംഗ് കളിക്കുന്നതാണ് അവിടെ എന്തായാലും സംഭവിച്ചിട്ടുള്ളത്. അതാണ് അവിടെ നിന്നാണ് ഈ പറയുന്ന ഹിപ്ഹോപ്പ് ഉണ്ടാകുന്നത്. സൈഫറുകളിൽ നിന്നാണ് ഈ പറയുന്ന ഹിപ്ഹോപ്പ് ഉണ്ടായി വരുന്നത്, അല്ല ഈ പറയുന്ന പാർട്ടി സൈഫറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അണ്ടർഗ്രൗണ്ട് സീനിൽ നിങ്ങൾക്കൊരു സോങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഡാൻസ് ആയിക്കോട്ടെ, നിങ്ങളത് ഒരു റാപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈവരിക്കേണ്ട പരിപാടി അതാണ്. കാരണം ഒരു ഹിപ്ഹോപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ അവൻ ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ പറ്റണം. അവൻ്റെ ആർട്ട് ഫോം വെച്ചിട്ട് അവന് ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഗ്രഫിറ്റി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ആക്ച്വലി ഈ പറയുന്ന ഹിപ്ഹോപ്പിൻ്റെ എലമെൻസിൽ പെടുന്ന ഒരു മെയിൻ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ അതിൽ പോലും ഫ്രീ സ്റ്റൈൽ അടിക്കുന്ന പിള്ളേർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതുപോലെ ഈ ഡാൻസിനെ സംബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാൻസിന് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഹിപ്ഹോപ്പ് കൾച്ചർ നിൽക്കുന്ന, ഇപ്പോഴും സീനിൽ നിൽക്കുന്ന, അതിനോട് അത്രത്തോളം ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ പേര് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റൂട്ടുള്ളത് ഹിപ്ഹോപ്പ് ഡാൻസ് കൾച്ചറിനാണ് നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് റൂട്ടുണ്ടായിരുന്നത്. അതൊരു 10-12 ഒരു കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇവിടെ മറ്റേ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഹിപ്ഹോപ്പ് ഡാൻസേഴ്സ് എല്ലാം കൂടെ, മറ്റേ ബ്രേക്കേഴ്സ് എല്ലാവരും കൂടെ കൂടി ബാറ്റിൽസ് 10-35ഓളം ബ്രേക്കേഴ്സ്. ആ കാലഘട്ടം നമ്മൾ ഓർക്കണം. ആ കാലഘട്ടത്തിൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്നേരം റാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ ഒരു മനുഷ്യർ റാപ്പ് ചെയ്യാനായിട്ട് മര്യാദയ്ക്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല. ആ സമയത്ത് ഡാൻസിന് അവിടെ ബാറ്റിൽസ് പൊട്ടിയിട്ടുണ്ട്. ബ്രേക്കേഴ്സ് ബോയ്സ് വന്നിട്ട് അവിടെ വന്ന് ബാറ്റിൽ നടത്തിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു കൾച്ചർ നിന്നിട്ടുള്ള നമ്മുടെ കേരളമാണിത്. പക്ഷേ ഈ പറയുന്ന റാപ്പിന് അതുപോലെ വന്നിട്ടില്ല. നമ്മുടെ റാപ്പിന് അത് കൊണ്ടുവരുത്തണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്ഹോപ്പ് ഒരു കൂട്ടം ആൾക്കാരുടെ വിഷമത്തിൽ നിന്നും അവരുടെ ബുദ്ധിമുട്ടിൽ നിന്നും അവരുടെ സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടായ വന്നൊരു ആർട്ട് വഴി അത് പിന്നീട് ഒരു കൾച്ചറായി മാറിയ ഒന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് ഹിപ്ഹോപ്പിൽ ഒരു മ്യൂസിക് വന്ന് ഇറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ഹിപ്ഹോപ്പ് മ്യൂസിക് തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് കാരണം ഓരോ പാട്ട് ഇറക്കുന്നത് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ഇറക്കേണ്ട സാധനം കൃത്യമായി തന്നെ ഇറക്കണം. ഇവോൾവ് ആവുന്നത് പിന്നീട് ഇവോൾവ് ആവട്ടെ, അതിനൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അത് ഇവോൾവ് ആയിക്കൊണ്ട് അത് ആ വഴിക്ക് പോട്ടെ. നാളെ ഈ പറയുന്ന ഹിപ്ഹോപ്പിൻ്റെ മേളിൽ വേറെ സാധനം പാടട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് മുന്നേ ആൾക്കാർക്ക് മനസ്സിലാവണം ഇന്നതാണ്, ഇന്ന സാധനമാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കിട്ടണം. കിട്ടാത്ത പക്ഷം വന്നിട്ട് ഒരു ഹിപ്ഹോപ്പ് ബീറ്റ് എടുത്തിട്ട് അതിനകത്ത് പോയിട്ട് ഒരു മാപ്പിളപ്പാട്ട് പാടിയിട്ട് അതൊരു ഹിപ്ഹോപ്പ് മ്യൂസിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുന്ന പരിപാടിയില്ല. റാപ്പ് മ്യൂസിക് ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന പരിപാടിയല്ല. അത് പറ്റത്തില്ല. അതെങ്ങനെ നടക്കുന്നത്? അത് ശരിയല്ല. ലോജിക്കുള്ള ആൾക്കാർക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. 2 ജോണർ ഒരുമിച്ചാകുമ്പോൾ അതിനെ മറ്റൊരു ജോണറിലേക്കാണല്ലേ ആവാൻ പോകുന്നത്. അല്ലാതെ ഇതിപ്പോൾ 2 ജോണറായിട്ട് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത വേറൊരു ജോണർ ആകുമോ? ഇല്ല, ഒരിക്കലും ആവത്തില്ല. അപ്പോൾ അത് കൃത്യമായി വേണ്ട സാധനം നമ്മൾ ഇവിടെ ഇറക്കണം. ഇവിടെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ഇവിടെ കൊണ്ട് EDM കുത്തി ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം ഹിപ്ഹോപ്പ് എന്ന് പറയുന്ന മ്യൂസിക് ഉണ്ടാകുന്നത് പോലും അത് ഇറങ്ങുന്നത് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള സാധനം അതുണ്ട്. അത് മര്യാദയ്ക്ക് അത് ഇറക്കേണ്ട രീതിയിൽ ഇറക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒന്നെങ്കിൽ ചെയ്യുന്ന മ്യൂസിക് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ കൃത്യമായി അങ്ങനെ കൊണ്ടുവരണം ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകുമെന്ന് വരത്തില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരുത്തരം കൊണ്ടുവന്നാൽ അത് പാടി അതിനകത്ത് ജസ്റ്റിസ് ആ ബീറ്റിന് കൊടുക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പുള്ള ആരും ചിലപ്പോൾ ഉണ്ടാവുന്നില്ലായിരിക്കും. അതുകൊണ്ടാവാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് മതി എന്ന ആൾക്കാരെ ജനങ്ങളെ ഒരു വിലയിരുത്തുന്നുണ്ടാവാം ചിലപ്പോൾ ഇതാ ഉണ്ടാവുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് ഒരേ ഗുണമുള്ള 2 സാധനങ്ങളുണ്ട്.
അത് 2 സാധനങ്ങൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കും. അല്ലാത്ത പക്ഷം ആകെ ഒരെണ്ണമല്ലേ എടുക്കുള്ളൂ, അല്ലേ? നമ്മൾ മ്യൂസിക് ആസ്വദിക്കാനായിട്ട് നമുക്ക് ആകെ ഒരു തരത്തിലുള്ള മാത്രം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആസ്വദിക്കുള്ളൂ. നമ്മൾ പല സാധനം, പല ടേസ്റ്റുള്ള, പല രീതിയിലുള്ള പക്ക സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് ഇഷ്ടപ്പെടുവോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കണം, അല്ല ആൾക്കാർ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആൾക്കാർക്ക് ഇതാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ എന്നാൽ പിന്നെ ഇത് പിടിക്കാം, 2 ഇടിയും കുത്തിക്കയറ്റി ആൾക്കാർ പിടിക്കും, അപ്പോൾ ആൾക്കാർ തുള്ളും എന്നോർത്ത് നമ്മൾ ട്രാക്ക് ഇറക്കുമ്പോൾ അവിടെ തോൽക്കുന്നത് ഹിപ്പ് ഹോപ്പാണ് തോൽക്കുന്നത്. ഹിപ്പ് ഹോപ്പിൻ്റെ പേരിൽ അവിടെ സാധനം ഇറക്കുമ്പോൾ അത് അവിടെ തോറ്റു. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കത് പറ്റത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പിന്നെ എന്നെ ഞാനാക്കിയത്, എനിക്കൊരു പേരുണ്ടാക്കി തന്നത് ഹിപ്പ് ഹോപ്പാണ്. എനിക്ക് 2 ആൾക്കാർ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ എനിക്കൊരു വില തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആർട്ട് ഫോമിൻ്റെ ബലത്തിലാണ്. ഞാൻ ചെയ്യുന്ന ആർട്ട് ഫോം ഹിപ്പ് ഹോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് സാധനം ഇപ്പോൾ എൻ്റെ ഒരു മ്യൂസിക് നാളെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പക്ക ഹിപ്പ് ഹോപ്പ് ആയിരിക്കും. ഒന്നെങ്കിൽ ഹിപ്പ് ഹോപ്പ് ബീറ്റിൽ ഇറങ്ങിയേക്കുന്ന സാധനമായിരിക്കും, അതിൽ നമ്മുടെ പിള്ളേർ പാടുന്ന പക്ക റാപ്പ് തന്നെയായിരിക്കും. ഇത് ഇപ്പോഴത്തെ 2025 റാപ്പിനുള്ള സ്റ്റാൻഡേർഡ് എന്താണോ ആ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ പിള്ളേർ ഇറക്കുന്നത്. അല്ലാതെ 70കളിലുള്ള റാപ്പ് ചെയ്യില്ല. 70കളിലെ 80കളിലെ പോയിട്ടുള്ള റാപ്പുകൾ പിടിക്കാൻ എന്തായാലും പോകില്ല. സാധനം ഇറക്കുന്ന സമയത്ത് അത് കൃത്യമായി ഇറക്കേണ്ട രീതി തന്നെ അത് ഇറക്കത്തുള്ളൂ. നമ്മൾ ആ കൊടുക്കേണ്ട ഒരു ജസ്റ്റിസ് നമ്മൾ അതിൽ കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ക്ലൗട്ട് അടിക്കുക, ഇപ്പോൾ അല്ല തന്നെ ഹിപ്പ് ഹോപ്പിൻ്റെ പേരിൽ കുറേ ക്ലൗട്ട് അടികളും ഈ പറഞ്ഞ കണക്ക് ക്ലൗട്ട് അടിയും കുറേ ചീത്തപ്പേരും ഉണ്ടായി വരുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ വീഡിയോ ഇപ്പോൾ ഇറക്കണം എന്ന് എനിക്ക് അല്ലാതെ തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടെ എല്ലാം വന്നപ്പോഴും ഇറക്കിയേക്കാം, ഒരു 500 മേടിച്ചു, എന്നാൽ പിന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ അങ്ങ് സാധനം സെറ്റ് ചെയ്തത്. എന്തായാലും ഹിപ്പ് ഹോപ്പിന് വേണ്ടി മരണം വരെയും പോരാടും, അത് ഉറപ്പാണ്. ഞാനും എൻ്റെ KTGയിലുള്ള എൻ്റെ പിള്ളേരും കേട്ടോൺ ഗ്യാങ്ങിലുള്ള പിള്ളേരും എന്തായാലും പോരാടിയിരിക്കും. ഒരു ചുവട് പോലും ഞങ്ങൾ പുറകോട്ട് വെക്കത്തില്ല, അത് ഉറപ്പാണ്. ഞങ്ങൾ മ്യൂസിക് ഇറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി ഇന്ന മ്യൂസിക് ഇന്നതായിട്ട് ഞങ്ങൾ ഇറക്കുള്ളൂ. നാട്ടിലെല്ലാം മുട്ടായി എടുത്തിട്ട് ഫോറിൻ കവറിട്ട് പൊതിഞ്ഞ് നമ്മൾ ഇറക്കുന്ന പരിപാടി നമ്മളില്ല. നമ്മൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം ഇൻ്റർനാഷണൽ പരിപാടി തന്നെ നമ്മൾ സെറ്റപ്പ് ആക്കി നമ്മൾ ഇറക്കുന്നതായിരിക്കും. നമ്മൾ DJ കൂൾ ഹെർക്കിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ് സത്യത്തിൽ. ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന മനുഷ്യന് കൊടുത്തേക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. അല്ലെങ്കിൽ റാപ്പ് ആദ്യമായിട്ട് ചെയ്ത് ഈ പറയുന്ന ഷുഗർ ഹില്ല് ഗ്യാങ്ങിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. ഈ പറയുന്ന 2പാക്കിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ബിഗിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ OGസിനും കൊടുക്കുന്ന റെസ്പെക്റ്റാണ് ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന റാപ്പ് കൃത്യമായി ഇറക്കുക എന്നുള്ളത്. അതാണ് വേണ്ടത്. നമ്മുടെ കൾച്ചർ അല്ല, അത് അവരുടെയാണ്. അവർക്ക് കൊടുക്കേണ്ട സാധനം നമ്മൾ കൊടുക്കണം. കൊടുത്താൽ അതിൽ കാര്യമുള്ളൂ. അത് ആ റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ നമുക്ക് കിട്ടും. ഇപ്പം ഹനുമാൻ കൈൻഡ് കയറി പോകാനുള്ള കാരണം അത് തന്നെയാണ്. ഹനുമാൻ കൈൻഡ് അത്രത്തോളം ഇൻ്റർനാഷണൽ ലെവലിൽ പോകാമെന്നുള്ള കാരണം ആൾ കൊടുത്ത സാധനം കൃത്യമായിട്ടുള്ള സാധനമാണ് പുള്ളി കൊടുക്കുന്നത്. പുള്ളിക്കറിയാം പുള്ളി എന്നെ ചെയ്യുന്നത് പുള്ളിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് പുള്ളി കൃത്യമായത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് പുള്ളി അവിടുന്ന് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടേണ്ടതെന്ന് പുള്ളിക്ക് കിട്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സാധനം ആ രീതിയിൽ തന്നെ ചെയ്താലേ കാര്യമുള്ളൂ. ഏതൊക്കെ ക്ലൗട്ട് വന്നിട്ടും പോയാലും ആരൊക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നാളെ ഈ സാധനം എന്താണെന്നുള്ളത് നാട്ടുകാരെ ഫുള്ള് നമ്മൾ അറിയിപ്പിച്ചിരിക്കും. ഇത് തുടക്കത്തിൽ ഈ വീഡിയോ സത്യത്തിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു 500 വില അല്ലെങ്കിൽ 500-നപ്പുറം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കിയോ, ഇത് വിളിച്ച് പറയുന്നത് നമ്മൾ വരുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മൾ ഈ സാധനം നമ്മൾ ഇറക്കും. ഈ പറയുന്ന കൾച്ചർ കൃത്യം എന്താണെന്നുള്ളത് നമ്മൾ ഈ നാട്ടിൽ ഫുള്ള് നമ്മൾ കാണിച്ചിരിക്കും, ആൾക്കാരെ ഫുള്ള് അറിയിപ്പിച്ചിരിക്കും. ഈ പറയുന്ന എന്തെങ്കിലും ചീത്തപ്പേര് ഹിപ്പ് ഹോപ്പിനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം ഉള്ള ഞങ്ങളെ കൊണ്ട് വടിച്ചെടുത്ത് മാറ്റാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ഞങ്ങൾ വടിച്ച് മാറ്റും. ഞങ്ങൾ വക ക്ലീനാക്കി സാധനം സെറ്റാക്കുന്നതായിരിക്കും. അത് ഉറപ്പ്, അത് നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള 500 പേർക്കും എന്തായാലും ഞാൻ ഈ ഉറപ്പ് തന്നിരിക്കുക, അതിനൊരു മാറ്റവും ഇല്ല എന്തായാലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ കൊണ്ടുവരിച്ചിരുന്നത് ഇത് തന്നെ കുറേ നേരമായി. പറയാനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒതുക്കി തീർക്കാൻ പറ്റുന്നൊരു കേസ് കേട്ടല്ല ഇതിനെ പറ്റിയിട്ട്. നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറുകളോളം ഇരുന്ന് പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് എത്രത്തോളം ചുരുക്കി പറയാൻ പറ്റും അത്രത്തോളം ഞാൻ ചുരുക്കി ഈ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ റൈറ്റ് ആയുള്ള ഹിപ്പോപ്പായിട്ട് തന്നെ സമ്മതിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, കീപ് സപ്പോർട്ടിങ്. നമുക്ക് ഈ കൾച്ചർ നമ്മൾ മാക്സിമം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് ആൾക്കാരിലായിട്ട് നമുക്ക് കൂടുതലെത്തിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Bye.